അമ്മ നമസ്കാരം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ രമാദേവി അമ്മ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അറിഞ്ഞു നമ്മുടെ ഓച്ചിറയിൽ ഈ മാർച്ച് 27-ന് കേരളത്തിൽ ആദ്യമായി മഹാസിദ്ധ പരമ്പര സംഗമം ചിങ്ങോലി ആശ്രമം സംഘടിപ്പിക്കുന്നു എന്ന്. ഈ മാർച്ച് 27-ൽ തന്നെ ആ തീയതി തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രണാമം സ്മിത, എല്ലാവർക്കും പ്രണാമം. അടൂരിലെ ഗ്രീൻ ബെഡിൻ്റെ ഡയറക്ടറും MDയും ഡോക്ടറും ഒക്കെ ആയിരിക്കുന്ന ഡോക്ടർ സ്മിതയുടെ ഈ ചോദ്യം കേരളത്തിനും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അമ്മയോട്. ഈ സംശയം ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ഒരുപക്ഷെ എന്താണ് ഈ സിദ്ധർന്ന് പോലും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് അറിയത്തില്ല, ആരും അത്ര ശ്രദ്ധിക്കുന്ന കാര്യമല്ല. പക്ഷേ ആയുർവേദ ഡോക്ടർമാർ അത് അറിയേണ്ടതാണ്. ഇത് കണ്ടോ, ഇതാ മഹാദേവന്. പിന്നെ സിദ്ധ പരമ്പരയാണ്, ഇത് കണ്ടോ, സിദ്ധ പരമ്പരയാണ്. ഇവരെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചെങ്കിലും പറഞ്ഞു തരാം. കണ്ടോ, 18 പേര് പ്രതിപാദിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. 18 പേര്. ആ 18 പേരിൽ ഇതാ പാമ്പാട്ടി സിദ്ധർ എന്ന് പറയുന്ന മഹർഷിയെയും ഭഗവാൻ പ്രഭാകര സിദ്ധയോഗിയെയും കണക്ട് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിൽ പാമ്പാട്ടി സിദ്ധർകൾ എന്നാണ് പറയുന്നത്. കാരണം പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മഹർഷിയാണ് നമ്മുടെ കേരളത്തിൽ AD 1263 ജനിച്ചിട്ട് പരകായ വിദ്യ എന്ന് പറയുന്ന ആ ഒരു വിദ്യ, വേദവിദ്യ എന്ന് പറയാം, ആ വിദ്യയിലൂടെയാണ് അദ്ദേഹം ശരീരങ്ങൾ മാറി നമ്മൾക്ക് 1986 വരെ ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടും സഹായങ്ങൾ ചെയ്തു തന്നു കേരളത്തിനും അല്ല എല്ലാവർക്കും ഭൂമിയിൽ. അപ്പോൾ അതിൽ പാമ്പാട്ടി സിദ്ധർ എന്നാണ് തമിഴ്നാട്ടിൽ ചോദിച്ചാൽ, ഓ പാമ്പാട്ടി സിദ്ധറാണ്. അപ്പം ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. വലിയ ഒരുപാട് ഡീപ്പായ വിഷയമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ മാർച്ച് 27 സ്മിത ചോദിച്ചല്ലോ, ഈ വരുന്ന മാർച്ച് 27 ചതയ നക്ഷത്രമാണ്. മാർച്ച് 28 പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഗുരുവായ പ്രഭാകര സിദ്ധയോഗിയുടെ 762ാമത് ജന്മദിനമാണ് മാർച്ച് 27. അപ്പോൾ ആ മാർച്ച് 28, അപ്പോൾ ആ മാർച്ച് 27-ന് തന്നെ ജന്മദിനത്തിന് മുമ്പ് തന്നെ നമുക്ക് ലോകോപകാരപ്രദമവും ഗുരുവിനും പരമ്പരകൾക്കും ഋഷി പരമ്പരകൾക്കും താല്പര്യമുള്ള ഒരു സംഗമം ഒരു കാര്യം നടത്തണമെന്നാണ് ഈ വർഷം അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ നിയോഗം. ഇപ്പോൾ ധാരാളം ജന്മദിനാഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വളരെ അപൂർവമായിട്ട് വളരെ പ്രത്യേകതകളുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം നമുക്കിപ്പോഴാണ് നമ്മുടെ ഐഡിയയിൽ തന്നെ വരുന്നത്. ഗുരുവിൻ്റെ ആ നമുക്ക് പറഞ്ഞ് തരുന്ന, നമ്മൾ ആരെയാണ് എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ ഇച്ഛയാണ്. ഇദ്ദേഹം ഇത് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹം തക്ഷശിലയിൽ എവിടെയോ വെച്ച് 14ാമത്തെ നൂറ്റാണ്ടിലും അങ്ങാണ്ട് ഇങ്ങനൊരു സിദ്ധ പരമ്പരയെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവില്ല. പക്ഷേ ഈ വർഷം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സിദ്ധ പരമ്പരയുടെ സംഗമം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ സിദ്ധർ, എന്താണ് സന്യാസി എന്ന്? സന്യാസിയും സിദ്ധരും തമ്മിൽ വ്യത്യാസമുണ്ട്. സിദ്ധർകൾ എന്ന് പറയുമ്പോൾ ദൈവത്തോടടുത്ത് നിൽക്കുന്ന ബ്രഹ്മ തുല്യമായിരിക്കുന്ന ആത്മാവുകളാണ്, അല്ലെങ്കിൽ പരബ്രഹ്മ തുല്യമായിരിക്കുന്ന ഋഷി പരമ്പരയാണ്. സന്യാസം എന്ന് പറയുമ്പോൾ അല്ല, അതിൽ പല അപാന്തര വിഭാഗമുണ്ട്. സിദ്ധർകൾ എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ തലയിലെഴുത്ത് മാറ്റാനും ഒരാളിനെ രക്ഷപ്പെടുത്താനും ദൈവത്തിന് തുല്യമായിരിക്കുന്ന അധികാരമുള്ള ഋഷി വര്യന്മാരെയാണ് സിദ്ധർകൾ എന്ന് പറയുന്നത്. അത് സാധ്യമാണോ, തലയിലെടുത്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവരുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മാറ്റാൻ പറ്റുമെന്നാണ്. അപ്പോൾ പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മഹാസിദ്ധരെക്കുറിച്ച് തന്നെ കേരളത്തിന് ആർക്കും അറിയത്തില്ല. ഓരോരുത്തരും അവരവരുടേതായ ബോധതലത്തിനനുസരിച്ചിട്ടുള്ള ഓരോ ഡിഫിനിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്. അതൊന്നുമല്ല അദ്ദേഹം അമ്മയ്ക്ക് നല്ല ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. 1985 അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മൗലികമായ ആ സത്തയാണ്, ഭൂമിയിൽ വന്നു പോകുന്നതേ ഉള്ളൂ, ഞങ്ങളുടെ ലോകം വേറെയുണ്ട്, സിദ്ധലോകമാണ്. ആ സിദ്ധലോകം ഭൂമിയോട് തൊട്ടടുത്താണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സിദ്ധ പരമ്പര
എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ലോകത്തുണ്ട്. പക്ഷേ അവരെ അവഗണിക്കപ്പെട്ടു പോകുന്നു, അറിയാതെ പോകുന്നു, പ്രയോജനപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മഹാഗുരുവായ പ്രഭാകര സിദ്ധിയോഗിയുടെ ജന്മദിനം ഘോഷിക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ഇക്കാലഘട്ടത്തിൽ വേണ്ടത് അറിവും ആരോഗ്യവും ധനവുമാണ്. ഐശ്വര്യമില്ല ജനങ്ങൾക്ക്, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഐശ്വര്യം ഉണ്ടാകേണ്ട കാര്യങ്ങൾ ചോദിച്ചാണ് അമ്മയെ സമീപിക്കുന്നത്. ഏത് മന്ത്രം ജപിച്ചാൽ ധനസമൃദ്ധി ഉണ്ടാകും, ബിസിനസ് നന്നാകും, കുടുംബം നന്നാകും, ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? അറിവ്, ആരോഗ്യം, ആയുസ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ധനം അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അത് പറയും ധന്വന്തരിയും മഹാലക്ഷ്മിയും ഒന്നിച്ച് നിൽക്കുന്നവരാണ്, ഒന്നിച്ചാണ് വന്നതെന്നാണ് പറയുന്നത് പാലാഴി അടഞ്ഞപ്പോൾ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോഴേ ഈ സിദ്ധർ പരമ്പരയുണ്ടോയെന്ന് ചോദിച്ചാൽ പരമ്പരയുണ്ട്. തേടുവിൻ കിട്ടുമെന്നാണ്, മുട്ടുവിൻ തുറക്കപ്പെടും. തേടിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ആര് തേടുന്ന സിദ്ധ പരമ്പരയെ? 18 സിദ്ധറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 പേരെ ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനകത്ത് പിടികിട്ടും. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ട്, പരിചിതമാണ്. ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമാണ്. ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, യോഗ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കും എല്ലാം പക്ഷേ പരിചിതമായിരിക്കും. എങ്കിലും ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. എന്താണ് ശ്രമിക്കാമെന്ന് പറഞ്ഞത്? ഇത് കോളേജ് ക്ലാസ് റൂമിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളതോ പ്രഭാഷണ വേദികളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളതല്ല. എൻ്റെ പൊന്നെ, എനിക്ക് ഭയമാണ്. മഹായോഗികളുടെയും മഹാഗുരുക്കന്മാരുടെയും പേര് തന്നെ പറയണമെങ്കിൽ അതിന് നമുക്ക് 110% സത്യം വേണം, നമുക്ക് ആത്മാർത്ഥത വേണം, തപസ് വേണം, ഗുരുത്വം വേണം. അപ്പോൾ എൻ്റെ ഗുരുനാഥനായ പ്രഭാകര സിദ്ധിയോഗിയോടുള്ള ആ ഒരു പ്രതിബദ്ധതയും അനുസരണയും സത്യം സ്വന്തമായിട്ട് അദ്ദേഹം പറഞ്ഞ വഴിയെ പോകുന്നത് കൊണ്ട് ഞാൻ ഏതാനും ധൈര്യപ്പെടുകയാണ്. അതിൽ സ്മാർട്ടൊന്നുമല്ല ഞാൻ. എനിക്കിപ്പോഴും ഭയമാണ്. വാൾത്തലയുടെ മുകളിൽ കൂടെ നടക്കുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഇവരെ ജനമധ്യത്തിലേക്ക് പരിചയപ്പെടുത്തുമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം അവരാരും ജനങ്ങളുടെ നടുക്കേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, അവർ പ്രസിദ്ധി താല്പര്യപ്പെടുന്നില്ല. അത്യാവശ്യം തപസ്സനുഷ്ഠിക്കുന്നവരും അത്യാവശ്യം ബ്രഹ്മജിജ്ഞാസയുള്ളവർ, ഈശ്വരനെക്കുറിച്ച് അറിയണം, എനിക്കറിയണം എന്ന ഏതെങ്കിലും ഒരു ജീവൻ വളരെ പ്രതിബദ്ധതയോടുകൂടി ത്യാഗത്തോടുകൂടി അത്രയ്ക്ക് പ്രയത്നിക്കുമ്പോൾ മാത്രമേ ഇവരുടെ ഒരു ചെറിയ സഹായം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മുടെ മനുഷ്യ കുലത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്കിപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒരു വ്യവസ്ഥ പുനഃസ്ഥാപിച്ച് കൊണ്ടുവരണമെങ്കിൽ ആർക്കും പറ്റുന്നില്ല. സാധകസിദ്ധന്മാർ, സന്യാസിമാരെല്ലാം മൗനം പാലിക്കുകയാണ് ആ കാര്യത്തിൽ. ധർമ്മം നിലനിൽക്കുന്നില്ല, ധർമ്മമില്ല. നമുക്ക് അധർമ്മം തന്നെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമില്ല, അധർമ്മം തന്നെ. അപ്പോൾ നമുക്ക് പിന്നെ സമീപിക്കാൻ പറ്റുന്ന, ഈശ്വരൻ പോലും നമ്മെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വേണം പറയാൻ. സമീപിക്കാൻ പറ്റുന്നവർ നമ്മുടെ ഗുരുപരമ്പരയാണ്, സിദ്ധർ പരമ്പരയാണ്. അതിൽ ഒരു 3-4 പേരുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, മഹാദേവനാണ് ആദ്യത്തെ സിദ്ധർ. ആഗമശാസ്ത്രങ്ങൾ നമുക്ക് തന്നിട്ട് ആദി സിദ്ധർ എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ്, മഹാദേവനാണ്. പിന്നെ തിരുമൂലറാണ്, പിന്നെ പറയുന്നത് അഗസ്ത്യറാണ്, പിന്നെ വ്യാഘ്രപാദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദി മഹാദേവൻ ദക്ഷിണാമൂർത്തി രൂപേണ, പിന്നെ തിരുമൂലർ, പിന്നെ അഗസ്ത്യർ, പിന്നെ വ്യാഘ്രപാദർ, പതഞ്ജലി. നിങ്ങൾക്ക് പതഞ്ജലി എന്ന് പറയുമ്പോൾ ഔഷധങ്ങൾ വിൽക്കുന്ന സ്റ്റോറെന്നാണ് നിങ്ങളുടെ വിചാരം വരുന്നത്. അല്ല, അദ്ദേഹത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ചരകൻ. ആയുർവേദം എന്നെ ശ്രവിക്കുന്ന ആയുർവേദ വിദ്യാർത്ഥികൾക്കും പ്രവർത്തകർക്കും അറിയാം, ചരക സംഹിതയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്ന ആയുർവേദ ഗ്രന്ഥം. കാര്യം ആധികാരിക ഗ്രന്ഥം. ഈ ചരക മഹർഷിയെ പതഞ്ജലി എന്നാണ് പറഞ്ഞിരുന്നത്. ഇദ്ദേഹം 18 സിദ്ധന്മാരിൽ പ്രധാനി തന്നെയാണ്. മഹാദേവനിൽ നിന്ന് നേരിട്ട് ഉപദേശം കിട്ടിയത്, മഹാശിവനിൽ നിന്ന്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഒരുപാട് പഠിച്ചും ഒരുപാട് ഗവേഷണം നടത്തിയും ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇത് അത്ഭുതകരമായിട്ട് എനിക്കും തോന്നുന്നു. സാക്ഷാൽ ശിവപാർവതിമാരാണ് നമുക്ക് ശരീരം തന്നിരിക്കുന്നതെന്നാണ്. അപ്പം നമ്മളെപ്പോഴും മാതാമേ പാർവതി ദേവി, പിതാദേവ മഹേശ്വര എന്നാണ്. അപ്പോൾ ബോധവും ഊർജവും തമ്മിൽ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ജീവജാലങ്ങളും ജന്തുജാലങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് മനുഷ്യജന്മം.
അപ്പോൾ ഈ 8 സനകൻ, സനാതൻ എന്ന് പറഞ്ഞ് നമുക്ക് 4 പേരുണ്ട്. 8 പേരിൽ അവരാരും ഇങ്ങോട്ട് വന്നൊന്നും പറഞ്ഞു തരുന്നില്ല. പക്ഷേ തിരുമൂലര്, പതഞ്ജലി, അഗസ്ത്യർ, വ്യാഘ്രപാദർ. അപ്പം ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, പിന്നീട് മറന്നുപോയെങ്കിലോ. ഇതിൽ 2 പേരുടെ സമാധി നമുക്ക് കേരളത്തിലുണ്ട്. അഗസ്ത്യരുടെ സമാധിയാണ് അനന്തശയനം എന്ന് പറയുന്ന നമ്മുടെ പത്മനാഭസ്വാമിയിൽ അങ്ങനെ ഒരു വലിയ മഹാക്ഷേത്രം ഉണ്ടാവാൻ കാരണം തന്നെ അഗസ്ത്യർ അവിടെ ഒന്നിരുന്നു എന്നാണ്. അഗസ്ത്യർക്ക് സമാധി ഇല്ലെന്നും പറയുന്നുണ്ട് എന്തായാലും. പിന്നെ ശ്രീകണ്ഠേശ്വരം തൊട്ട് അഗസ്ത്യരുടെ സമാധിയാണെന്നാണ് പറയുന്നത്. എന്തായാലും ശൈവ സിദ്ധരായിരുന്നു അഗസ്ത്യർ. ശ്രീകണ്ഠേശ്വരമായിരിക്കും കൂടുതൽ വിശ്വസനീയത എന്ന് ചിന്തിക്കാം. എന്തായാലും ആ ഭാഗത്ത് അഗസ്ത്യരെ തൊട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത് സന്തോഷിക്കാൻ, നിങ്ങൾ തിരുവൈക്കത്ത് പോകാറുണ്ടല്ലോ. വൈക്കത്തപ്പനെ എല്ലാവർക്കും എന്താവശ്യം വന്നാലും എൻ്റെ വൈക്കത്തപ്പ എന്ന് പറയും. വൈക്കത്തപ്പൻ്റെ ആ അമ്പലം, അവിടെ ക്ഷേത്രം വരാൻ കാര്യം വ്യാഘ്രപാദ സിദ്ധരുടെ സമാധിയാണെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. നേരിട്ട് മഹാദേവൻ ഉപദേശിക്കുകയാണ്. എന്തൊക്കെയാണ്? മനുഷ്യജീവിതം എന്തിന്, ആ മനുഷ്യ ശരീരം എന്തിന് കിട്ടി, ആ മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ മനുഷ്യ ശരീരത്തിലെ ഊർജ്ജങ്ങൾ എന്തൊക്കെയാണ്, ആ മനുഷ്യ ശരീരം എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം, ആ മനുഷ്യ ശരീരം വെച്ച് എന്ത് പ്രയോജനമാണ്, അവസാനം അതെന്താണ്, എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇതിനകത്ത് കുടികൊള്ളുന്ന ആത്മാവ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മഹാദേവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പരമ്പരയാണ് ഞാൻ പറഞ്ഞ തിരുമൂലർ. തിരുമൂലരുടെ ആ കാലാവധി പോലും എൻ്റെ ദൈവമേ, ഞാൻ ഒത്തിരി ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. പക്ഷേ ഞാനിതുവരെ കണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ശക്തൻ ശ്രീകൃഷ്ണൻ എന്നാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും വലിയത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഗവതം പറയുന്നത്, വ്യാസർ എഴുതിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം. പക്ഷേ ഇവിടെ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാന് പോലും ഒരു ഘട്ടത്തിൽ തിരുമൂലർ ഉപദേശം കൊടുത്തെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുകയാണ്. തിരുമന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥം തിരുമൂലരുടെയാണ്. പെരിയ ജ്ഞാന കോവൈ എന്ന് പറഞ്ഞ തമിഴിൽ, തായ് നാടെന്നാണ് തമിഴ്നാടിനെ പറയുന്നത്. ഇത്തരം മഹാപുരുഷന്മാരുടെ തായ് നാട്, അവരവിടെ വസിക്കുന്നു. അപ്പോൾ അവിടെ തിരുമന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥം തിരുമൂലരുടെയാണ്. പിന്നെ പെരിയ ജ്ഞാന കോവൈ, ഇതിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും പോരാ, ചിരഞ്ജീവിയായ മാർക്കണ്ഡേയൻ ഈ തിരുമൂലരെ കണ്ടുമുട്ടുന്നു എന്നാണ് പറയുന്നത്. തിരുമൂലരെക്കുറിച്ച് പറയാതെ എനിക്കിപ്പം അഗസ്ത്യമുനിയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അഗസ്ത്യർ നമ്മുടെ സ്വന്തം അഗസ്ത്യരാണ്. അഗസ്ത്യരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഫെമിലിയറാണ്. നമുക്ക് ഒരുപാട് പേരുകൾ തന്നെ ചില നമ്മുടെ ഗ്രീൻ മെഡ് അല്ലേ, പലരും അഗസ്തീശ്വരാശ്രമം എന്ന്, അഗസ്ത്യരെ കുട്ടിയായിട്ടാണ് അഗസ്ത്യാശ്രമം. അതായത് ഞാൻ അതൊക്കെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞ സ്മൃതി. അതായത് ഞാൻ ആദ്യമേ എടുത്ത ഇൻ്റർവ്യൂ കുരിക്കാട്, അതായത് ഡോക്ടർ യോഗിദാസിൻ്റെ ഇൻ്റർവ്യൂ ആണ് എടുത്തത്. അവിടെ ഒരു വലിയ അഗസ്തീശ്വരാശ്രമം തന്നെ ഉണ്ട്. മഹാസിദ്ധരായിരിക്കുന്ന വൈദ്യരവിടെ സമാധിയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് ഈ അഗസ്തീശ്വരാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഡോക്ടർ യോഗിദാസ്. അപ്പോൾ അവിടെ ഈ പേരവിടെ ഉണ്ട്. പിന്നെ അനേകം സ്ഥാപനങ്ങൾക്ക്, ആയുർവേദ സ്ഥാപനങ്ങൾക്ക് ആ പേരുണ്ട്. അതവിടെ നിൽക്കട്ടെ. എല്ലാം കൂടെ പറഞ്ഞാൽ എനിക്ക് തന്നെ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾക്ക് പറ്റും. തിരുമൂലരെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അഗസ്ത്യരെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ തിരുമൂലരെക്കുറിച്ച് ഒഴിയാൻ പറ്റത്തില്ല. ഏറ്റവും സീനിയറായിട്ടിരിക്കുന്ന സിദ്ധരെ, ചിരഞ്ജീവി, ഏകദേശം 3000 വർഷത്തോളം ജീവിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിനെ കാണാനില്ല. പിന്നെ അദ്ദേഹം ചിദംബരത്ത് സമാധിയായി, പിന്നെ ചതുരഗിരി സമാധിയായി, പലയിടത്ത് സമാധികൾ തന്നെ പറയുന്നുണ്ട്. ഇവരൊക്കെ സമാധി എന്ന് പറയുന്നത് എവിടെയെങ്കിലും അനങ്ങാതിരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളതാണ്. വിശ്വസിക്കാനാവില്ല അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഒരു ജന്മമൊന്നും പോരാ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് നോക്കിയപ്പോഴാണ് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ദൈവത്തിന് തുല്യമായവർ. അപ്പം അങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാമെന്ന് വെച്ചാൽ അവർക്ക് പറ്റും, ശരീരങ്ങൾ മാറിയെടുക്കാം, കൽപ്പം സേവിക്കുക എന്നൊക്കെയാണ്. അതൊക്കെ വലിയ വിഷയമാണ്, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പോൾ തിരുമൂലർ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. തിരുമൂലർ
തിരുമൂലരുടെ സ്വന്തം ശിഷ്യനാണ് കാലാങ്കിനാഥർ എന്ന് പറയുന്നത്. ഈ കാലാങ്കിനാഥർ ചൈനക്കാരനാണെന്നും പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ മഹാദേവൻ്റെ പ്രധാന ശിഷ്യനായ തിരുമൂലർ ആത്മീയമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പാടലുകളെന്നാണ് അതിന് പറയുന്നത്. അതുകൂടാതെ വൈദ്യശാസ്ത്രത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ സിദ്ധ പരമ്പരയെ ഓരോ സ്ഥലത്തും പോയി തേടിക്കൊണ്ടിരിക്കുകയാണ് സ്മിത. ആ തേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ കേരളത്തിന് നമുക്ക് വേണ്ടത് 2 കാര്യമാണ്. ആത്മീയമായ അറിവും വേണം, ഭൗതികമായ അറിവും വേണം. ശരീരം നിലനിൽക്കുന്നില്ല ആരുടെയും. 40 വയസ്സിനകം മരിക്കുന്നവരുണ്ട്. 60 വയസ്സ് വരെ പോയാൽ ഭാഗ്യം. മൊത്തം രോഗങ്ങളാണ് നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ച് ശരീരം നശിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ മൊത്തം ആശുപത്രി ജീവിതത്തിന് വേണ്ടിയിട്ട് ധനം ദുർവിനിയോഗം ചെയ്യുകയാണ്. നമ്മളുടെ വിചാരം എന്താ? ഏതെങ്കിലും ഒരു അവയവം മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഷുഗറാണ് പ്രധാന ശത്രുവായിട്ട് ഇപ്പോൾ കാണുന്നത്. ക്യാൻസറിനേക്കാളും വലിയ ശത്രുവായിട്ട് കാണുന്നത് ഷുഗർ, പ്രഷർ. ഇങ്ങനെ ശത്രുക്കളെന്ന് പറയുന്നത് ശത്രുക്കളല്ല, രോഗങ്ങളാണ് ശത്രുക്കൾ. അപ്പോൾ ഇത്രയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക കേരള സമൂഹം, നമ്മുടെ കേരള സമൂഹം. അപ്പം അതിൽ നിന്ന് നമുക്ക് വരും തലമുറയും ഇങ്ങനെ ഇതാകും. ഇപ്പം ചോദിക്കില്ലേ, വീട്ടിലാർക്കെങ്കിലും ഈ രോഗം ഉണ്ടായിരുന്നോ, ഷുഗർ ഉണ്ടായിരുന്നോ? ഉടനെ പറയാം അച്ഛനുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഒരു കുട്ടി അത് ലോകത്തോട് വന്ന് പറയാതിരിക്കണം. അതിന് നമ്മൾ അതിൻ്റെ പ്രതിവിധിയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ പരസ്പരം കുറ്റം പറയുകയല്ല. മോഡേൺ സയൻസ് ആയുർവേദത്തെ കുറ്റം പറയും, ആയുർവേദം ഹോമിയോയെ കുറ്റം പറയും. ഇതല്ല വേണ്ടത്. നിങ്ങൾ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഒന്നൊന്നിനെ തെള്ളിപ്പറയുക, നിരാകരിക്കുക, വിമർശിക്കുക, ഇത് പാടില്ല. കാര്യം ഭാരതം എത്ര യുഗത്തിന് മുമ്പുള്ള ചതുർയുഗങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ് ഈ വൈദ്യശാസ്ത്രം. ഈ സർജറി എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു. ഒരുപാട് തെളിവുകളുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അത് പറയുന്നില്ല. അപ്പം ഞാൻ എന്താണ് പറയുന്നത്? എന്നെ സമീപിക്കുന്നവ, എൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരമ്പര സംഗമം വെച്ചിരിക്കുന്നത്. പരമ്പരയിലുള്ളവരെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. കന്യാകുമാരി ജില്ല മുഴുവനും ഞാൻ സഞ്ചരിച്ചു. നമ്പിമലയിലെ മൗനഗുരു സ്വാമിയെ കണ്ടു. കന്യാകുമാരിയിൽ പോയി ഞാൻ കോമ്പസ്വാമിയെ കണ്ടു. അതേമാതിരി ഞാൻ വലിയൊരു സിദ്ധര് പീർ മുഹമ്മദ് സാഹിബ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഖബറാണ് അത്. 1500 വർഷം പഴകിയ ഒരു ആർവേപ്പ് മരന്നിപ്പുണ്ട്. ഒരുപാട് സന്യാസിമാർ അതിൻ്റെ ചുവട്ടിൽ അവരെ ഖബറിരുത്തിയിരിക്കുന്നു. ഞാൻ ഈ പോയ ദിവസം 200 കിലോമീറ്റർ എന്നെ കൊണ്ടുപോയത് ഡോക്ടർ ശ്രീകുമാറാണ്. ആയുർവേദത്തിൻ്റെ റിട്ടയർഡ് ആയുർവേദ ഡോക്ടറാണ്, മെഡിക്കൽ ഓഫീസറാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ പൂന്തറ സ്വാമിയുടെ ശിഷ്യനാണ് അദ്ദേഹം. മധുസൂദന സ്വാമികളുടെ അനന്തരവനാണ് ഈ മൗനഗുരു സ്വാമിയുടെ. ഇതെല്ലാം വരുന്നത് അഗസ്ത്യ പരമ്പരയിലാണ്. അപ്പം ഞാൻ അവിടെ തന്നെ പോയി. നമ്മളൊന്നും കാണാതെ പറയാൻ പാടില്ലല്ലോ. നമ്മളിപ്പം പുസ്തകജ്ഞാനമല്ല എൻ്റേത്. എൻ്റെ ഒരു ജീവിതചര്യ അനുസരിച്ച് എനിക്കിപ്പോൾ 76 വയസ്സ് 77 ഉണ്ട്. ശിവപ്രഭാര സിദ്ധിയോഗിയെ ഞാൻ കണ്ടതുകൊണ്ടാണ് ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്നും യോഗികൾക്കത് കഴിയുമെന്നും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പഠിച്ചെടുത്തും ഞാൻ അനുഭവിക്കുന്നതുമാണ്. രോഗകാഠിന്യമില്ലാതെ, രോഗം കാണും, രോഗകാഠിന്യമില്ലാതെ നമ്മുടെ ശരീരത്തെ കൊണ്ട് നടക്കാമെന്ന് എൻ്റെ ഗുരു പറഞ്ഞു തന്നു. ആ ചര്യ ഞാൻ സ്വീകരിച്ചു. ആ വഴിയെ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് വിളമ്പുന്നത്. അതുപോലെ ഞാൻ എൻ്റെ അനുഭവമാണ്, ഞാൻ പോയി കണ്ടുപിടിച്ചതല്ല. കുറേ പരമ്പരയെ ഞാൻ പോയി കണ്ടുപിടിച്ചു. പിന്നെ കേരളത്തിൽ രാമേന്ദ്രക്കുറുപ്പെന്ന് പറഞ്ഞ ഒരു മഹാവൈദ്യന്, താമര കുളത്താണ് അദ്ദേഹത്തിൻ്റെ. ഏത് മരുന്നിനെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം പറയും, ഔഷധങ്ങളുടെ ഡയറക്ടറി തന്നെയാണെന്ന് പറയും. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ സുനിൽ സ്വാമി എന്ന് പറഞ്ഞ ഈ ശരയോഗ സ്വാമിയെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ കേരളത്തിലുള്ളവരാണ്, പരമ്പരയപ്പെട്ടാണ്. ആദംകുട്ടി സിദ്ധർ എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ പരമ്പരയിലാണ് സുനിൽ സിദ്ധർ. തിരുമൂലരുടെയൊക്കെ കാലത്തിന് മുമ്പുണ്ടായിരുന്നതാണ് പറയുന്നത് ആത്തം കുട്ടി. അപ്പം അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇവരുണ്ട്, ഇവരുടെ പരമ്പരയുണ്ട്. പരമ്പര എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? ട്രഡീഷണലായിട്ട് പകർന്നു വരിക. നമ്മളുടെ ഈ അറിവുകളെല്ലാം അന്ന് പ്രിൻറ്റിങ് മെഷീനൊക്കെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. പക്ഷേ അവരെ ബ്രെയിനിലേക്കാണ് ഡിജിറ്റലൈസ് ചെയ്ത് തരുന്നത്. ഒരാൾ നമ്മളുടെ ഒരു കുടുംബത്തിലൊരു വൈദ്യനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഋഷി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ജനിക്കുന്ന ഏതെങ്കിലും ഒരു ജീവാത്മാവ് പുണ്യാത്മാവ് ആ
കുടുംബത്തിലെ യോഗീശ്വരനെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ആ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന അറിവുകൾ സ്വീകരിക്കും. വെറുതെ സ്വീകരിക്കുമല്ല, അനുഗ്രഹം കൂടെ വാങ്ങുകയാണ്. അത് ഫലിക്കുകയാണ് അവിടെ. എന്നിട്ട് അടുത്ത തലമുറയിൽ ആർക്കാ ശിഷ്യത്വം എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ നമുക്ക് യുഗങ്ങൾക്ക് മുമ്പ് പരമ്പരയുണ്ട് ഇവിടെ. ചതുർയുഗങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിലാണ് അഗസ്ത്യർ ജീവിച്ചിരുന്നത്. എത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്? ത്രേതായുഗത്തിൽ ശ്രീരാമന് രാവണ നിഗ്രഹത്തിനുള്ള പെട്ടെന്നുള്ള ഉപായം പറഞ്ഞു കൊടുത്താണ് അഗസ്ത്യമുനി പ്രത്യക്ഷമായി. അവതാരമെന്ന് നമ്മൾ കരുതുന്ന ശ്രീരാമചന്ദ്രന് അഗസ്ത്യരാണ് ആദിത്യഹൃദയം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പരമ്പരയുണ്ട്. പരമ്പരയിൽ ഞാൻ പറഞ്ഞില്ല, തിരുമൂലരുടെ ശിഷ്യൻ കാലാങ്കിനാഥർ. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭോഗർ, പിന്നെ പതഞ്ജലി, ഈ 4 പേരെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു മനസ്സാണ് വേണ്ടത്. വിശ്വാസവും വിചാരവുമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് വിശ്വാസവും വിചാരവുമാണ്. വിചാരം മാത്രമുണ്ട് നിങ്ങൾക്ക്, തെറ്റായ വിചാരങ്ങളാണല്ല. അയ്യോ എനിക്കൊന്നിനും പറ്റത്തില്ല, എനിക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി, ഇനി ഇത് പറയുന്നത് ശരിയാണോ, നല്ല ഹോസ്പിറ്റലിൽ പോയി സർജറി അങ്ങ് നടത്തിയേക്കാം, ഈ പച്ചപ്പുല്ലും മരുന്നൊക്കെ വെച്ച് ചെയ്യുന്ന പറയുന്നത് ശരിയാ? നിങ്ങൾ രോഗത്തിൻ്റെ മൂർധന്യത്തിലെത്തി തെറ്റായ ജീവിതശൈലിയും സ്വീകരിച്ച് ആരെയും വിശ്വാസമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നമുക്ക് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഷുഗർ കൂടി, അപ്പോൾ അന്നേരം വന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ഔഷധമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ നേരത്തെ തന്നെ ഇത് ജീവിതചര്യയാണ്. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയാണ്, അല്ലാതെ ഒരു വലിയ ചികിത്സാ പദ്ധതി എന്നൊന്നും വിചാരിക്കേണ്ട. ചികിത്സാ പദ്ധതിയുണ്ട്. അപ്പോഴാദ്യമേ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാൻ കൂടുതൽ പറയും. അല്ലെങ്കിൽ എൻ്റെ എനർജി, എൻ്റെ പ്രാണശക്തി ഞാനെന്തിന് ലോകത്തിന് തരുന്നു? എനിക്ക് പറഞ്ഞിട്ടെന്ത് കാര്യം? പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടെന്ത് കാര്യം? അപ്പോൾ സത്യം പരം ധീമഹി, സത്യമാണ് ഞാൻ പറയുന്നത്, അസത്യം പറയില്ല. സത്യമാണ് ദൈവം, സത്യമാണ് എൻ്റെ ഗുരു പ്രഭാകര സിദ്ധിയോഗി. ആ പഠിപ്പിച്ചു തന്നതെല്ലാം സത്യമായിട്ട് അനുഭവത്തിലും വരുന്നുണ്ട്. അത് ഈ കലിയുഗത്തിലെ നമ്മുടെ സമൂഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുക, അതിനുശേഷം തീരുമാനിക്കുക എങ്ങനെ വേണമെന്ന്. അപ്പോൾ വിശ്വാസത്തിൻ്റെയും വിചാരത്തിൻ്റെയും സമന്വയിച്ച പാതയിൽ കൂടി പോകുമ്പോൾ ജീവിതം വിജയം കിട്ടും. വിശ്വസിച്ചു. നമ്മൾ സർജറിക്ക് കയറ്റുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരം ഇട്ട് കൊടുക്കുന്നില്ലേ? അയാളെങ്ങനെ കൊന്നുകളയുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ തിയേറ്ററിൽ കയറിയ ബെഡിൽ കിടക്കുന്നത്? അല്ല. അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ ഋഷി പരമ്പര പറഞ്ഞിരിക്കുന്നത്. അപ്പം മനസ്സെന്ന് പറയുന്നതിനെ കൂടിയാണ് അവരുടെ ചികിത്സ. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാനത് പറയാം. ബോഡിക്ക് മാത്രമല്ല നമ്മുടെ സിദ്ധർകൾ ചികിത്സിക്കുന്ന മനസ്സിനും കൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദി മഹാദേവന്, തിരുമൂലര്, ഭോഗറ്, കാലാങ്കിനാഥർ, ഓർഡർ അനുസരിച്ച് പറയാം. ആദി മഹാദേവന്, തിരുമൂലര്, അഗസ്ത്യര്, പതഞ്ജലി, വ്യാഘ്രപാദർ. അപ്പോൾ ആയുർവേദ വിദ്യാർത്ഥികളുടെ ശ്രദ്ധിച്ച് ചരകനെ തന്നെയാണ് പതഞ്ജലി എന്ന് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്, ചരകമഹർഷിയെ. ചരകമഹർഷിയെക്കുറിച്ച് ഭാഗവതത്തിലും പറയുന്നുണ്ട്. ആത്രയനെന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ചപ്പുചവറുകൾ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഒരു പാടുമില്ല. പക്ഷേ ഇത്രയും പേരുടെ പേര് തന്നെ ഓർക്കുമ്പോൾ ശരീരത്തിന് ഉണർവ് കിട്ടുന്നു, ബ്രെയിനിന് ഉണർവ് കിട്ടുന്നു, ബുദ്ധി വികസിക്കുന്നു, ആത്മാവിന് ബലം വരുന്നു, സന്തോഷം വരുന്നു മനസ്സിന്. പേരുകൾ തന്നെ അത്ര, പേര് പോലും ദിവ്യമാണ്. നമ്മളുടെ ഭൂമിയുടെ തൊട്ടടുത്താണ് സിദ്ധലോകം എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഉണ്ട്. നമ്മൾ ദൈവത്തെ വിളിച്ച് ദൈവം പെട്ടെന്ന് ബ്രഹ്മത്തെയോ അല്ലെങ്കിൽ ദേവതകളെ വിളിച്ച് പെട്ടെന്ന് കേട്ടില്ലെങ്കിലും ഇത്ര ദയാലുക്കളായ ഗുരുപരമ്പരയില്ല സിദ്ധർകളെ കൂട്ട്. മരണത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് മഹാദേവനോട് വാഗ്വാദം നടത്തിയ ആളാണ് അഗസ്ത്യമുനി, ഭോഗറും. മരണം എന്ന് പറയുന്നത് വേണ്ട ഭഗവാൻ ഈ ലോകത്ത്, മർത്യലോകം എന്ന് ഞങ്ങളെ പറയരുതെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് അത് മാത്രം ചോദിക്കേണ്ട, വേണേ 3000 വർഷം 4000 വർഷം ചോദിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ പഞ്ചഭൂതമായ ശരീരം നിങ്ങൾ കളയേണ്ടി വരും. അതൊക്കെ അത് ഉപയോഗിക്കുന്നതിൻ്റെ മട്ടനുസരിച്ചെന്ന് പറഞ്ഞ് ഭഗവാൻ ഒഴിഞ്ഞതാണ്. ഇവരുടെ ചോദിച്ച ചോദ്യമാണ്. അതിനു വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിച്ചു. മനുഷ്യർക്ക് മരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അഗസ്ത്യരും ഭോഗരും തിരുമൂലരും ഒക്കെ തപസ്സനുഷ്ഠിച്ചത്. അത് പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് വിവിധ ശരീരങ്ങൾ കയറി പറ്റിയിട്ട് അവർ സേവനം ചെയ്തത്. സേവനം എന്ന് തന്നെ അതിന് പറയാം. അപ്പോൾ ഞാൻ ഇപ്പോഴിത് ചുരുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അറിയേണ്ട 2 പേര്, നമുക്ക് എപ്പോഴും പറയുന്ന ഫെമിലിയർ ആയിട്ടുള്ള അഗസ്ത്യരെയും ഭോഗരെക്കുറിച്ച് ഞാൻ പറയാം. നമസ്തേ.